സീസൺ 6ന്റെ പ്രൊമോയൊക്കെ വന്നു, പക്ഷെ യാതൊരു അനക്കവും ഇല്ല, ബഹളവും ഇല്ല, എക്സൈറ്റ്മെന്റും ഇല്ല, ചത്ത അവസ്ഥ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്സപ്പ് ഗ്രൂപ്പ് ആക്റ്റീവ് അല്ല, ഡിസ്കഷൻ ഇല്ല, ഒന്നുമില്ല. അത് മാത്രമല്ല, സീരിയൽ സാന്ത്വന സീരിയൽ നിന്ന് അഭിനയിച്ച എല്ലാ ആൾക്കാരും വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് ബിഗ് ബോസിലേക്ക്. ഇത് സത്യമാണോ? ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല? നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്ന് എൻ്റെ അടുത്ത് ഇത്ര ശക്തിയുള്ളൂ, കാര്യം ഞാനും ഒരു ചത്ത അവസ്ഥയിലാണ്. ഭയങ്കരമായ ജലദോഷം, വീട്ടിലെല്ലാവർക്കും പനിയും ജലദോഷവും ഒക്കെയാണ്, 2 ആഴ്ചയായി. അപ്പം ഞാനിത് വീഡിയോ ഇടണം, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ ഇന്ന് ഞാൻ എണീറ്റ് വന്ന് എല്ലാം തുമിച്ച് കളഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, കുറഞ്ഞു വന്നതാണ്, ഇപ്പോൾ പിന്നെയും കൂടി ആ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ. ബിഗ് ബോസിൻ്റെ അവസ്ഥയാണെങ്കിൽ ശോകമൂക അന്തരീക്ഷമാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് വെടിക്കെട്ടും ബഹളമൊക്കെ ആയിരുന്നു. കാര്യം വേറൊന്നുമല്ല, സീസൺ 4 കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സീസൺ ആയിരുന്നു. ഒടുക്കത്തെ അറ്റാക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവും കോൺട്രവേഴ്സീസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ലായിരുന്നു സീസൺ 4-ലെ. അപ്പോഴാണ് സീസൺ 5ന്റെ പ്രൊമോയും ഒക്കെ വന്നത്. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്, ബിഗ് ബോസ് പ്രേക്ഷകരോട് ആക്റ്റീവായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടെ വന്നപ്പം ആൾക്കാർക്ക് എക്സൈറ്റ്മെന്റ് കൂടി സീസൺ 5ന്റെ. ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. സീസൺ 5 എപ്പോഴോ ഏതോ കൊല്ലം കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ് എനിക്ക്. പലരും പറയണു, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ ബിഗ് ബോസിൽ, പേര് ഓർക്കുന്നില്ല, അയാളെ ഓർമ്മയില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാര്യം സീസൺ ഡള്ളായിരുന്നല്ലോ സീസൺ 5. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആൾക്കാർക്ക് തന്നെ എപ്പോൾ കഴിഞ്ഞെന്ന് പോലും ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അതിൻ്റെ ഇടയിൽ കൂടെ നേരത്തെ പ്രൊമോ വന്നു, ജനുവരിയിൽ പ്രൊമോ വന്നിരിക്കുകയാണ്. ആദ്യം ഫെബ്രുവരി 25 പിന്നെ ഡേറ്റ് കുറച്ചും കൂടെ നീട്ടി. പിന്നെ 1 മാസം കാത്തിരുന്ന് ലാലേട്ടൻ്റെ പ്രൊമോ വന്നു. അൺപ്രഡിക്റ്റബിൾ എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നും കാണുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ സീസൺ 5 തുരുതുരാ പ്രൊമോകളായിരുന്നു. സീസൺ 4ന്റെ പ്രൊമോ ആണെങ്കിൽ എയർപോർട്ടിൽ വെച്ചൊരു പ്രൊമോ, എയർപോർട്ടിൻ്റെ സെറ്റിൽ വെച്ചിട്ടുള്ള പ്രൊമോ, അങ്ങനെയൊക്കെ ഉള്ള പ്രൊമോ ആയിരുന്നു സീസൺ 4ന്റെ പ്രൊമോ. അറിയാമല്ലോ, സ്വിമ്മിംഗ് പൂളിൽ, ഷോപ്പിംഗ് മോളിലൊക്കെ. സീസൺ 5-ലാണെങ്കിൽ അറിഞ്ഞൂടെ ആരൊക്കെ ഉണ്ടാവും ലാലേട്ട എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത്. ഇപ്രാവശ്യം ഒരു ഡോക്ടർ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രൊമോ. അപ്പം അതൊക്കെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്തു. പക്ഷെ ഇപ്പം തന്നെ ഒന്നുമില്ല, അൺപ്രഡിക്റ്റബിൾ ആണല്ലേ. ശരി, അൺപ്രഡിക്റ്റബിൾ എങ്കിൽ അവിടെ ഒന്നും വേണ്ട, പ്രഡിക്ഷൻ വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എന്താണ് കാരണം ഈ ഒരു ശോകമൂകമായ അന്തരീക്ഷത്തിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേരുടെ പേരുകൾ കേൾക്കുന്നു. പ്രത്യേകിച്ച് കേൾക്കുന്ന പേര് സാന്ത്വന സീരിയൽ അവസാനിച്ചല്ലോ, ഭയങ്കര റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സീരിയലാണ്, ഒരുപാട് ഫാൻസും ഒക്കെ ഉണ്ടായിരുന്ന സീരിയലായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ആർട്ടിസ്റ്റുകളൊന്നും ആയിരിക്കില്ല, മിക്കവാറും പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള സെക്കൻഡ് പാർട്ട് ആയിരിക്കാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമുണ്ടോ? ഇവർ വരുന്നുണ്ടോ ഇല്ല? അപ്പം അതിനകത്ത് മെയിൻലി പേര് കേൾക്കുന്നത് രാജീവ് പരമേശ്വരൻ്റെ പേരാണ് കേൾക്കുന്നത്, നമ്മുടെ ബാലേട്ടൻ സാന്ത്വന സീരിയല്. പക്ഷേ ചാൻസുകൾ ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാര്യം പുള്ളിക്കാരന് വേറെ പ്രൊജക്റ്റ് കിട്ടിയെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, നമുക്കൊരു 10% അവിടെ വെച്ചേക്കാം. കാര്യം എപ്പോഴും ബിഗ് ബോസിൽ അവർ നോക്കുന്നത് നല്ല സെലിബ്രിറ്റീസ് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാര്യം ആദ്യത്തെ ഒരു പുള്ളെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഇവരൊക്കെ ഉണ്ടോ? കാര്യം അറിയുന്ന ആൾക്കാർ വരുമ്പോഴല്ലേ നമുക്കൊരു കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നുള്ളത്. അറിയാത്ത ആൾക്കാർ നമുക്ക് കളി തുടങ്ങി കഴിയുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ അവരെങ്ങനെയാണ് കളിക്കുന്നുള്ളത്. അപ്പോൾ അറിയുന്ന ആൾക്കാർ, സെലിബ്രിറ്റീസ് വരണം എന്നായിരിക്കും എപ്പോഴും ബിഗ് ബോസ് ടീം നോക്കുന്നത്. നല്ല നല്ല സെലിബ്രിറ്റീസ് വരണം, കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ആൾക്കാർ വരണം, അങ്ങനെ. അപ്പോൾ ആൾക്കാർക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടും. അപ്പോൾ പക്ഷേ രാജീവിൻ്റെ പേര് കേൾക്കുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരന് വേറെ പ്രൊജക്റ്റ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവ് പരമേശ്വരൻ, ബാലേട്ടൻ ഇല്ല, ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. പിന്നെ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് നമ്മുടെ സാജൻ സൂര്യയുടെ പേര് കേൾക്കുന്നുണ്ട്. സാജൻ സൂര്യ നമ്മുടെ സീരിയലിൽ ഇപ്പോൾ സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സീരിയലിൽ നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ തന്നെ നല്ല റേറ്റിംഗ് ഉള്ള സീരിയലാണ്. സാന്ത്വനം കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ ആ സീരിയലിനാണ് റേറ്റിംഗ് കൂടുതൽ. സീരിയലിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ ആ സാജൻ സൂര്യയുടെ ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ചാൻസ് വളരെ കുറവാണ്, ഇല്ല. അത് ഇൻ്റർവ്യൂ വന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും. ഞാൻ എന്നാലും ഒരു 10% അവിടെ ഇട്ടേക്കും, പക്ഷെ 90% ചാൻസ് ഇല്ല. പിന്നെ വരുന്ന ഒരു പേരുകൾ ഞാൻ പറയാം, കുറച്ച് പേര് നമുക്കവിടെ മാറ്റി വെച്ചേക്കാം. കാര്യം കൺഫർമേഷൻ ഇനി ആയിട്ടില്ല, കുറച്ചൊക്കെ കൺഫർമേഷൻ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പം അവർക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൺഫേംഡ് ആയി എന്ന് പറഞ്ഞാൽ ആരും നടക്കത്തില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. പലർക്കും കൺഫർമേഷൻ ലാസ്റ്റാണ് കിട്ടുന്നത്. പണ്ട് പോയ ആൾക്കാരും പറയുന്നത് അങ്ങനെയാണ്, ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ബിഗ് ബോസ് കൺഫേം ചെയ്തത് ഞാനുണ്ടെന്നുള്ളത് തന്നെ. അപ്പോൾ എല്ലാം കൂടെ വെട്ടിപ്പറക്കിയാണ് പോകുന്നത് ഉള്ളതൊക്കെ കൂടെ. അപ്പം
അങ്ങനെയാണ് ഈ ഷോയുടെ ഒരു സ്വഭാവം. പലരും വെയിറ്റിംഗ് ലിസ്റ്റിലായിട്ടുള്ളവരെ ലാസ്റ്റ് വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ തന്നെ കയറ്റിയിട്ടുണ്ട് ബിഗ് ബോസിൽ. അപ്പം അങ്ങനെയാണ് ഈ ഷോയുടെ ഒരു പ്രത്യേകത. അല്ലാതെ നമുക്ക് കറക്റ്റ് 18 പേരെ അവരിങ്ങനെ എടുത്തു വെക്കുന്നു, ചിലപ്പോൾ ലാസ്റ്റ് നിമിഷം മാറ്റുകയും ചെയ്യാം. 20-21 പേരെ കറക്റ്റ് എടുത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചില പല കാരണങ്ങൾ കൊടുക്കും. അപ്പോൾ അവർ കറക്റ്റ് 21 പേര്, കറക്റ്റ് 18 പേര് ഒന്നും അവരുടെ ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ടാവും. അതൊന്ന് മാറ്റി മറിച്ചൊക്കെ ഉണ്ടാവാം. അതൊന്നും നമ്മൾ സത്യം പറഞ്ഞാൽ അറിയേണ്ട ആവശ്യം പോലെയല്ല. നമുക്ക് ഷോ തുടങ്ങുന്നു, ഗെയിം തുടങ്ങുമ്പോഴല്ലേ കളി തുടങ്ങുന്നത് അല്ലേ? ആരൊക്കെ ഉണ്ടെന്ന് പോട്ട് എങ്ങനെ കളിക്കണം എന്നാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ആരുണ്ടായാലും വലിയ വലിയ ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഒന്നുമില്ലാതെ. അപ്പം നമുക്ക് അടുത്ത് പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം കലാഭവൻ രാജീവ് പരമേശ്വരൻ്റെ പേരും പറഞ്ഞു, ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് കുറച്ച് പേരുകളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയ പേരുകൾ ഞാൻ പറയാൻ പോകുന്നത് പൂജയുടെ പേരാണ്. നമ്മുടെ ആങ്കറാണ് ബിഹൈൻഡ് ദ വുഡിൽ. അപ്പോൾ കൺഫേംഡ് ഒന്നും അല്ല, ഇതൊന്നും കൺഫേംഡ് അല്ല, ഇതൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റാണ്. നമുക്ക് കൺഫേം ലിസ്റ്റൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. ബിഗ് ബോസ് ലോഞ്ചിൻ്റെ തലേ ദിവസമൊക്കെ നമുക്ക് കൺഫേം ലിസ്റ്റ് കിട്ടും. അപ്പോൾ പറഞ്ഞാൽ പോരെ, എന്തിന് വെറുതെ അല്ലേ? പിന്നെ ഞാൻ പറയാൻ സീസൺ 3-ലും 4-ലും ഒക്കെ ഞാൻ പറഞ്ഞൊരു പേരാണ് മല്ലു ജേഡിയുടെ പേര്. പക്ഷേ ഈ പ്രാവശ്യം വിട്ടുപോയി പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആ മല്ലു ജേഡി. പക്ഷെ മല്ലു ജേഡി നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉള്ള ഒരാളാണ്. മല്ലു ജേഡി ഫുഡ് ബ്ലോഗറാണ്, അറിയാമല്ലോ, ഫുഡ് ബ്ലോഗറാണ്. പിന്നെ ഉള്ള പേരെന്ന് പറയുന്നത് നമ്മുടെ തട്ടിമുട്ടിയിലെ ഋഷിയുടെ പേര്. അപ്പോൾ ഈ 3 പേരെയും കൂടെ ഞാനിപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിലേക്ക് ഇടുകയാണ്. ഋഷിയുടെ പേര്, തട്ടിമുട്ടിയും. പിന്നെ തട്ടിമുട്ടിയിലെ ബാക്കി കുറച്ച് പേരുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ 3 പേരെ നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ മെയിനായിട്ട് വെക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കലാഭവൻ നവാസിൻ്റെ പേരൊക്കെ കിട്ടുന്നതൊന്നും എനിക്ക് കൺഫേംഡ് ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് അതൊരു പ്രൊഡിക്ഷൻ പേര് മാത്രമാണ്. കുറച്ച് പേരുടെ പേരുകൾ നമുക്ക് എപ്പോഴും ഒഴിച്ചിടാം. ആ പേരുകളാണ് ഷാലു പേയാട്, സായി സീക്രട്ട് ഏജന്റ്, ശ്രീലക്ഷ്മി അറയ്ക്കൽ, ജാസ്മിൻ ജാഫ്രിന്, അമയ പ്രസാദ്, അഖിൽ ആനന്ദ്, ഡയാന ഹമീദ്. പിന്നെ അമലാഷാജിയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് 50-50 ചാൻസ് എന്നേ പറയാൻ പറ്റില്ല. കൺഫർമേഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല, പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പം നല്ലൊരു റെനോമറേഷനൊക്കെ കിട്ടുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ സമയത്ത് അമലാഷാജി ഇത് ഉറപ്പിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അവസാനം ബുധാവഹ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. അമലയും ഇല്ല, ഷാജി ഇല്ല, ആരും ഇല്ല എന്നുള്ള ഇതിൽ. അപ്പം പിന്നെ നമുക്ക് റൈഡർ ഗേള്, ശരണ്യ ആനന്ദ്, കേരള ഫുഡി, കുറേ പേരെയൊക്കെ നമുക്ക് അങ്ങനെ അവിടെ മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ജിഷിൻ മോഹൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരനും ചാൻസ് ഇല്ല. കാര്യം വേറെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിഷിൻ മോഹൻ ഞാൻ കഴിഞ്ഞ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടൊക്കെ എനിക്ക് അറിയത്തില്ല. പക്ഷേ ജിഷിൻ മോഹൻ ചാൻസ് വളരെ കുറവാണ്. ഞാൻ പറയാൻ മറന്നുപോയി. ജിഷിൻ മോഹൻ. ഓക്കെ. പിന്നെ ബിനീഷ് ബാസ്റ്റിൻ്റെ പേരുകൾ കേൾക്കുന്നുണ്ട്. പിന്നെ ബീന ആന്റണീനെ നമുക്ക് അവിടെ മാറ്റി നിർത്താം. അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും പേരുകളാണ് ഞാൻ വെച്ചേക്കണം. ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഈ ചാൻസ് വളരെ കുറവായിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാം. രാജീവ് പരമേശ്വരൻ 80% ചാൻസ് ഇല്ല. സാജൻ സൂര്യ 80% ചാൻസ് ഇല്ല. അതേപോലെ ജിഷിൻ മോഹൻ 80% ചാൻസ് ഇല്ല. അങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ ഞാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയുകയാണ് കൂടുതലായിട്ടും. പിന്നെ പക്ഷേ സീരിയൽ മേഖലയിൽ നിന്ന് പേരുകൾ ഉണ്ടാകാം. കുറച്ച് പേരെ നമുക്ക് ഇപ്പോഴും മാറ്റി നിർത്താം. കാര്യം കൺഫർമേഷൻ ഇപ്പോഴും ഫുള്ളായിട്ടുള്ളൊരു കൺഫർമേഷനൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കിട്ടട്ടെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഗ്രൂപ്പുകളൊക്കെ എൻ്റെ ദൈവമേ ഒന്ന് സടകുടഞ്ഞ് എണീക്കണ പോലും ഇല്ല. ഞാൻ പറയുന്നത് തുരുതുരാ പ്രൊമോ വരണം. ലാലേട്ടൻ ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുകയാണ്. എനിക്കൊന്നും മറ്റേ ഒരു പുതിയ പടം വന്നല്ലോ ലാലേട്ടൻ്റെ. അപ്പോൾ പേരും മറന്നു. ഇപ്പോൾ പേരൊന്നും കിട്ടുന്നില്ലടാ. ഫുള്ള് അടഞ്ഞിരിക്കുക ഇവിടെ. അപ്പോൾ ലാലേട്ടൻ നിധികാക്കുന്ന ഭൂതമായിട്ടുള്ളത് ബറോസ്, അത് തന്നെ. ആ പടത്തിൻ്റെ സംഭവമായിട്ട് ഭയങ്കര ബിസി ആയിട്ട് നിൽക്കുകയാണ്, പുറത്താണ്. അപ്പം പ്രൊമോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം. എന്നാലും പ്രൊമോകളൊക്കെ തുരുതുരാ വരണം. എന്നാലേ നമ്മുടെ ബിഗ് ബോസ് ആക്റ്റീവ് ആവുള്ളൂ എന്നാണ് ഞാനും പറയുന്നത്. പ്ലീസ് കുറേ പ്രൊമോസൊക്കെ തുരുതുരാ ഇടൂ. പേജുകളൊക്കെ ആക്റ്റീവ് ആകൂ എന്ന് ഞാൻ പറഞ്ഞിട്ടും ഒരു ആക്റ്റീവ് ആവുന്നില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഫെബ്രുവരി ലാസ്റ്റോട് കൂടി തന്നെ നമ്മുടെ ബിഗ് ബോസ് സട കൂടെ എഴുതിയിരിക്കും. നോക്കിക്കോ, നമ്മളൊരു വരവുണ്ട് എല്ലാവരും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത ഒരു പ്രഡിക്ഷൻ ലിസ്റ്റും. പിന്നെ ബിഗ് ബോസിൻ്റെ വിഷയം ചെന്നൈയിൽ തന്നെയാണ് സെറ്റ്. കുറേ പേർക്ക് വിഷമം ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണെന്നാണ് സെറ്റ് അറിഞ്ഞത്, ഇതുവരെ അറിഞ്ഞത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം. മാർച്ച് 10 ഡേറ്റ് വന്നിരിക്കുന്നത്. അതും മാറ്റം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.